സാംസ്കാരിക തലസ്ഥാനത്ത് ത്രികോണപൂരം താമരയിലേറി പത്മജ, കോട്ടകാക്കാൻ രാജൻ പല്ലനും ആലങ്കോടും. എന്തായാലും തൃശൂരിൽ UDF-ന് വൻ കുതിപ്പ്. പത്മജ പരാജയ ഭീതിയിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കേറിയ പത്മജ ഇപ്പം ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. എന്നാൽ പാടെ തകിടം മറിയുകയാണ്. സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഓളമൊന്നും പത്മജയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലുകളൊക്കെയാണ് വരുന്നത്. മാത്രമല്ല BJP-യിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച പല സീനിയർ നേതാക്കന്മാരെ മാറ്റി ഈ പത്മജയെ കൊണ്ടുവന്നതും അവിടെ ഒരു കല്ലുകടിക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷമാണ്, അവിടെ വലിയൊരു വിജയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 946 വോട്ടുകൾക്ക് ഇടതുപക്ഷം സീറ്റ് നിലനിർത്തിയ മണ്ഡലം കൂടിയാണ് തൃശൂർ. ഇപ്രാവശ്യം കടുത്ത മത്സരം തന്നെ പ്രതീക്ഷിക്കാവുന്ന മണ്ഡലം കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും, അതായത് LDF UDF-ഉം മാറി മാറി വിജയിച്ചിട്ടുള്ള ചരിത്രമാണ് തൃശൂരിനുള്ളത്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം തമ്മിലായിരുന്നു മുൻകാലങ്ങളിൽ പ്രധാന പോരാട്ടമെങ്കിൽ സമീപകാലത്ത് ഇവിടെ BJP വലിയ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പത്മജ വേണുഗോപാൽ ആയിരുന്നു. ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് CPI സ്ഥാനാർത്ഥിയായിരുന്ന P ബാലചന്ദ്രൻ വിജയിച്ചു കയറിയത്. എന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ, മത്സര രംഗത്തിറങ്ങുമ്പോൾ എത്രത്തോളമാണ് ജലം കാണുന്നത് എന്നത് നമുക്ക് നോക്കി തന്നെ അറിയാം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP-ക്ക് കുറെ കൂടി മുന്നേറ്റം ഉണ്ടെങ്കിൽ തൃശൂരിനെ സംബന്ധിച്ചിടത്ത് കോൺഗ്രസിന്റെ ഒരു തട്ടകമായിട്ട് മാറും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കോൺഗ്രസിന് അവിടെ വലിയൊരു വിജയ പ്രതീക്ഷയുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായിരുന്ന തൃശൂർ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായിട്ട് CPI-ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. 2011 മുതൽ നേതാവ് തേപ്പറമ്പിൽ രാമകൃഷ്ണൻ വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. 2016 CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ തൃശൂരിനെ ഇടതുപക്ഷത്തിനൊപ്പം നിർത്തി. 2021 P ബാലചന്ദ്രൻ CPIയുടെ വിജയം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഭരണവിരുദ്ധ വികാരം, 10 വർഷത്തിൽ പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ തവണ ഒരു അനുകൂലം കോൺഗ്രസിനാണ് എന്നുള്ള ഒരു വിലയിരുത്തലുകളൊക്കെയാണ് വരുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന രവികുമാർ ഉപ്പത്ത് 6697 വോട്ടുകളാണ് നേടിയത്. 2016 ആയപ്പോഴേക്കും B ഗോപാലകൃഷ്ണൻ അതായത് 24,748 ആക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 40,457 ആക്കി ഉയർത്തിയ കാഴ്ചയാണ് കണ്ടത്. സുരേഷ് ഗോപിക്ക് വലിയൊരു വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ കാര്യങ്ങളാണ് നടന്നത്. പക്ഷേ അവിടെ വിജയിച്ചത് കൊണ്ട് വലിയ ഗുണമൊന്നും ഈ തൃശ്ശൂറുകാർക്ക് ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ട് പോലും കേരളത്തിന് ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ ഇത്തവണ വലിയ പ്രതീക്ഷ കോൺഗ്രസിനാണുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ എങ്ങനെയെങ്കിലും സീറ്റ് നേടിയെടുക്കുക എന്നൊരു ഉറച്ച വിശ്വാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പടലപ്പിണക്കങ്ങളും മാറ്റി വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് ഈ പറയുന്ന UDF പോവുകയാണ്. വിജയിച്ച CPI സ്ഥാനാർത്ഥി അന്ന് ഉണ്ടായിരുന്ന ഈ P ബാലചന്ദ്രൻ ആകെ നേടിയത് 44,263 വോട്ടുകളായിരുന്നു. രണ്ടാമതെത്തിയത് പത്മജ വേണുഗോപാൽ ആയിരുന്നു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി 43,317 വോട്ടുകൾ. മൂന്നാം സ്ഥാനത്തെത്തിയത് സുരേഷ് ഗോപി നേടിയതാകട്ടെ 40,457 വോട്ടുകൾ. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കും എന്നത് തന്നെയാണ്. പക്ഷെ അനുകൂലം കോൺഗ്രസിനാണ് എന്നുള്ള ഒരു വിലയിരുത്തലും കൂടി വരുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷനിലെ 1 മുതൽ 11 വരെയും 14 മുതൽ 22 വരെയും 32 മുതൽ 39 വരെയും 43 മുതൽ 50 വരെയുമുള്ള വാർഡുകൾ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണുള്ളത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന തൃശൂർ നഗരവും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു മണ്ഡലം ചരിത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നത് തൃശൂരിൽ ആയതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുമോ എന്നതാണ് BJP ഉറ്റുനോക്കുന്നത്. പക്ഷേ BJPക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇനി കൊടുക്കണ്ട എന്നതാണ് മറ്റൊരു കാര്യം. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് BJP ജയിപ്പിച്ച് ഈ സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കി MP ആക്കി അതിന് ശേഷം കേന്ദ്രമന്ത്രിയായി എന്നിട്ട് യാതൊരു ഗുണവും തൃശ്ശൂരുകാർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ BJPയിൽ നിന്ന് തിരിഞ്ഞ്, മാത്രമല്ല 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണവും അടുത്തു തുടങ്ങിയ ആ ഒരു വികാരത്തിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ
ഉള്ളത്. അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ തൃശ്ശൂർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസിന് വലിയൊരു വിജയ പ്രതീക്ഷ ജനങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. എന്തായാലും LDFന്റെ വോട്ട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും കീഴ്പോട്ട് പോകുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ത്രികോണ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോഴും പ്രധാന പാർട്ടിയുടെ വോട്ട് നില കീഴോട്ട് പോകുന്ന സാഹചര്യത്തിൽ UDF BJP പോരാട്ടമാണ് ഇപ്രാവശ്യം നടക്കുക എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ടിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു നീക്കത്തിൽ ഈ BJPയും CPMനെയും മാറ്റി നിർത്തി അവർ ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. CPM 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന കാര്യം തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നിരുന്നാലും വലിയ പ്രതീക്ഷയൊന്നും CPMനോ അല്ലെങ്കിൽ BJPക്കോ ഇത്തവണ ഈ തൃശ്ശൂറുകാർ കൊടുക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലുടനീളം BJP ഉണ്ടാക്കിയ മുന്നേറ്റം എന്ന് പറയുന്നത് നിയമസഭയിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് ഉള്ളത്. എന്നാൽ രാഷ്ട്രീയ മാറ്റങ്ങളും സ്ഥാനാർത്ഥി നിർണയവും മണ്ഡലത്തിൽ പ്രവചനാതീതമായിട്ടുള്ള പോരാട്ടത്തിനാണ് വഴിമുന്നിട്ടിരിക്കുന്നത്. എന്തായാലും പത്മജ വേണുഗോപാൽ, അതായത് പാരമ്പര്യവും പുതിയ ചിഹ്നവും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പത്മജ വേണുഗോപാലിന് മണ്ഡലത്തിലുള്ള സ്വാധീനം വ്യക്തമാണ്. കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ ഇത്തവണ താമരയ്ക്ക് വോട്ട് ചെയ്യുമോ എന്നതാണ് പ്രധാന ചോദ്യം. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൈപ്പത്തിക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ പത്മജയ്ക്ക് വോട്ട് കുറയാനുള്ള സാധ്യതകൾ ഏറെയാണ്. BJPയുടെ 40,000-ഓളം വരുന്ന അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം K കരുണാകരന്റെ പാരമ്പര്യം കൂടി ചേരുമ്പോൾ വിജയിക്കുമെന്നാണ് പത്മജയുടെ കണക്കുകൂട്ടലെങ്കിലും തൃശ്ശൂർക്കാർക്ക് അങ്ങനെയല്ല. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മോശം പ്രകടനം പത്മജയ്ക്ക് ആശങ്ക നൽകുന്ന ഒരു ഘടകവും കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ UDFന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത്ര ചെറുതല്ല. മിക്ക സീറ്റുകളും അവർ പിടിച്ചടക്കി. ഏറ്റവും വലിയൊരു മുന്നേറ്റം, വലിയൊരു ട്രെൻഡിങ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഈ NDA സ്ഥാനാർത്ഥിയായിട്ട് പത്മജ വന്നു കഴിഞ്ഞാലും അവിടെ വലിയ വിജയപ്രതീക്ഷയൊന്നും തൽക്കാലം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല അവിടുത്തെ ജനങ്ങൾ എന്ന് വേണം പറയാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂർ മാത്രമല്ല, ഇനി പാലക്കാട് നോക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതാണ് രാജൻ പല്ലൻ. അതായത് ജനകീയ പ്രാദേശിക നേതാവ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുന്ന രാജൻ പല്ലൻ തൃശ്ശൂർ കോർപ്പറേഷൻ മുൻ മേയർ എന്ന നിലയിൽ മണ്ഡലത്തിന് ഏറെ പരിചിതൻ കൂടിയാണ്. മണ്ഡലത്തിലെ വോട്ടർമാരുമായിട്ടുള്ള അടുത്ത ബന്ധവും കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയവും അദ്ദേഹത്തിന് കരുത്താകാനുള്ള സാധ്യത ഏറെയാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ പുറത്തു നിന്നുള്ള ആളാണെന്ന തോന്നൽ വോട്ടർമാരിലുണ്ടായാൽ BJPയെ തടയാൻ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ രാജൻ പല്ലനിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അതായത് UDFന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ട് എന്നതാണ് ഒരു സാരാംശം. ഇനി ആലങ്കോട് ലീലാകൃഷ്ണനെ പറയുകയാണെങ്കിൽ സാംസ്കാരിക മുഖം, CPIക്ക് വേണ്ടി കവി കൂടിയായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇത്തവണ ഈ കളത്തിലിറങ്ങുന്നത്. തൃശ്ശൂരിൽ പൊന്നാനി സ്വദേശിയായ ഇദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനല്ല എന്നത് പ്രചാരണത്തിൽ എതിരാളികൾ ആയുധമാക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടം കടുക്കുന്ന മണ്ഡലത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനെ ഇറക്കിയതിലൂടെ CPM മത്സരം ഗൗരവമായിട്ട് കാണുന്നില്ല എന്ന തോന്നൽ വോട്ടർമാരിൽ ഉണ്ടാക്കുന്നത് LDFന് തിരിച്ചടിയായേക്കാം. എന്തായാലും നിർണായകമാകുന്ന ഈ സാമുദായിക വോട്ടുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇത് UDFന് വലിയ ആശ്വാസം നൽകും. മാത്രമല്ല മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം വരുന്ന ഈ ഒരു ഈഴ വോട്ടുകൾ ആലങ്കോട് ലീലാകൃഷ്ണനെ തുണയ്ക്കുമോ അതോ BJPയെ തടയാൻ കോൺഗ്രസിനൊപ്പം നിൽക്കുമോ എന്നത് കണ്ടറിയണം. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ എപ്പോഴും UDFനാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. അത്തരം കണക്കുകൂട്ടലാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിങ് നമ്മൾ കണ്ടതാണ്. UDFന് എത്രത്തോളമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന്. എന്തായാലും UDFനുള്ളിൽ പല അടികളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ഇറങ്ങുന്ന CPMനും BJPക്കും ഒക്കെ ഇതൊരു തിരിച്ചടിയാണ്. പക്ഷേ ഈ ഒരു പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നയപരമായിട്ട് വളരെ കൃത്യതയോടുകൂടി ഈ പറയുന്നത് പോലെ തന്നെ ഹൈക്കമാൻഡ് അതിൽ ഇടപെട്ട് വളരെ കൃത്യമായിട്ട് UDF പോകുന്നത് കൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ അവിടെ ഉണ്ട്. നേരത്തെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് G സുധാകരന്റെ കാര്യം. അതായത് ഈ ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ K സുധാകരന്റെ ഒരു അവസ്ഥ അവിടെ പിണക്കവും ഒക്കെ ആയിട്ട് നിന്നു. പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും എടുത്ത് അവർക്കൊപ്പം നിന്നു. അപ്പൊ അത്തരം
പിണക്കങ്ങളും ഒക്കെ ഈ പാർട്ടിക്കുള്ളിൽ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ രീതിയിലോട്ട് ഒരു പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോകാതെ ഇത്തവണ വളരെ സുരക്ഷിതമായിട്ട് അത് ഒതുക്കി തീർത്ത് വളരെ നയതന്ത്രപരമായിട്ടും പോകാൻ ഈ പറയുന്നത് പോലെ തന്നെ UDF ശ്രമിക്കുന്നുണ്ട്. കാരണം UDFന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഈ 10 വർഷത്തെ ഭരണം തിരികെ പിടിച്ച് ഇനി കോൺഗ്രസ് ഭരണമാക്കുക എന്നൊരു ലക്ഷ്യമാണ് കോൺഗ്രസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സീറ്റ് തിരിച്ച് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡിങ് അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉയർത്തുകയാണ് UDFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFന് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട കാര്യം, UDFന്റെ ഒരു പങ്കാണ് BJPയിലേക്ക് പോയത്. വേറെ ആരുമല്ല, ഈ പറയുന്നത് പോലെ തന്നെ പത്മജ വേണുഗോപാൽ. അപ്പൊ ഈ പത്മജ വേണുഗോപാലിന് പോയതിനു ശേഷം വലിയ വിജയപ്രതീക്ഷ NDAക്ക് കിട്ടുമെങ്കിൽ NDAക്ക് കിട്ടുമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല. കാരണം ഈ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജനം മൊത്തത്തിൽ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭരണം കണ്ടു മടുത്ത് അവർക്ക് മനസ്സിലായി അങ്ങനെയുള്ളവരെ ജയിപ്പിച്ച് വിട്ടിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ തവണ തൃശ്ശൂർ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ള ഇതും കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നതൊക്കെ പറയുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഇത്തവണ കൊണ്ടുപോകുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. ആ ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ വളരെ പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിലേറ്റവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പറയുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കാത്തൊരു തൃശ്ശൂരിന്റെ അവസ്ഥയും, രണ്ടാമത് NDA സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ നിന്ന് പിന്തിരിഞ്ഞ് അല്ലെങ്കിൽ അവിടുന്ന് മാറി ഈ BJPയിലേക്ക് വന്ന ഈ പത്മജ വേണുഗോപാലിനാണ്. എന്തായാലും ആ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു പ്രതീക്ഷ കോൺഗ്രസിലാണ് ഉള്ളത് എന്ന് തോന്നുന്നു. കാരണം ആ ഒരു രീതിയിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFന് വലിയൊരു വിജയപ്രതീക്ഷ തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നുള്ളത്.